നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാന സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപത്തായുള്ള സംരക്ഷണ ഭിത്തിയാണ് മഴയിൽ നിലംപതിച്ചത്. കേരളപുരം സ്വദേശിനി വിപഞ്ചികയുടെ മരണകാരണം ശ്വാസമുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണെന്ന് ഫോറൻസിക് ഡോക്ടർമാർ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. കൊല്ലത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലയിലെ തിരുമുല്ലാവാരം, അഷ്ടമുടി, മുണ്ടയ്ക്കൽ, പാപനാശം എന്നിവിടങ്ങളിൽ ആയിരങ്ങളാണ് പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ചത്. ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുമുല്ലാവാരത്ത് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 2000 പേർക്ക് തർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ആയിരക്കണക്കിന് പേരാണ് കനത്ത മഴയെ അവഗണിച്ച് പിതൃതർപ്പണത്തിന് എത്തിയത്. എന്നാൽ ദേവസ്വം വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണവുമുണ്ട്. കാർമ്മികത്വത്തിന് ആവശ്യത്തിന് ആളില്ലാത്തതും പൂജാദ്രവ്യങ്ങളില്ലാത്തതും മണിക്കൂറുകൾ നീണ്ട നിരയിൽ തർപ്പണത്തിന് എത്തിയവർ നിൽക്കേണ്ടി വന്നു. ദേവസ്വത്തിന്റെ അനാസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റവും ഉണ്ടായി. അഷ്ടമുടിയിൽ പുലർച്ചെ 4 മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അഷ്ടമുടിക്കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ഇവിടെ തർപ്പണം ചെയ്യുന്നത് പുണ്യമെന്ന വിശ്വാസത്തിൽ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബലിതർപ്പണത്തിനെത്തിയത്. ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അറബിക്കടലും കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ത്രിവേണി സംഗമം, അതായത് കൊല്ലം ജില്ലയിലെ ഏക ത്രിവേണി സംഗമമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ 3:30 മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടക്കുന്നത് പുണ്യം എന്നാണ് ഭക്തജന വിശ്വാസം. ഈ ബലിതർപ്പണത്തിന് ഈ KSRTC കൊല്ലം, അഞ്ചാലുമൂട്, കുണ്ട്ര ഭാഗങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സേവനമുണ്ട്. വൻ ക്രമസമാധാനത്തിന് വൻപിച്ച പോലീസ് സന്നാഹവും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ ഒരു 3:30 മണിക്ക് ബാഹുബലി ആരംഭിച്ചു. ഇത് കൃത്യം ഒരു 5 മണി ആവുമ്പോഴത്തേക്ക് തന്നെ ഇത് സമാപിക്കുന്നതാണ്. മുണ്ടയ്ക്കൽ പാവനാശത്തും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വലിയ മാറ്റങ്ങൾക്ക് ഒരു ചെറിയ തുടക്കം കുറിക്കുന്ന പദ്ധതിയുമായി ESI കോർപ്പറേഷൻ. 10 അതിലധികമോ തൊഴിലാളികൾ ഉണ്ടായിട്ടും ഇതുവരെ ESI പദ്ധതിയിൽ ചേരാത്ത തൊഴിലുടമകൾക്ക് പഴയകാല ബാധ്യതകൾ ഒഴിവാക്കി അവരുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കോർപ്പറേഷൻ ഒരുക്കുകയാണ്. 2025 ഡിസംബർ 31 വരെ ഈ പദ്ധതിക്ക് പ്രാബല്യമുണ്ടായിരിക്കും. സ്പ്രീ അഥവാ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് എന്നാണ് പദ്ധതിയുടെ പേര്. ESIC പോർട്ടൽ ഫ്രം സുവിധ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്ട്രേഷനുള്ള പഴയ സ്ഥാപനങ്ങളിൽ ESI പദ്ധതിയിൽ ഇതുവരെ അംഗമല്ലാത്ത തൊഴിലാളികളെയും പഴയകാല ബാധ്യതകൾ ഒഴിവാക്കി രജിസ്റ്റർ ചെയ്യാനും ഒറ്റത്തവണ അവസരം ഉപയോഗിക്കാം. ഈ വർഷം ഡിസംബർ 31 വരെ ഈ പദ്ധതിക്ക് പ്രാബല്യമുണ്ടായിരിക്കും. തൊഴിലുടമകൾ ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തി വിട്ടുപോയ എല്ലാ സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും ESIC നിയമപരിധിയിൽ കൊണ്ടുവരണമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
അടിസ്ഥാന സൗകര്യമില്ലാതെ കിയോസ്കിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒരുക്കി. ജീവനക്കാർ വീർപ്പുമുട്ടുന്നു. ശാസ്ത്രീയമായ പരിശോധനാ സാമഗ്രികൾ ഇല്ലാത്തത് കാരണം പരിശോധനയും നാമമാത്രമാകുന്നു. സംസ്ഥാനത്തെ പ്രധാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഒന്നായ ആര്യങ്കാവിലെ എക്സൈസിന്റെ പ്രവർത്തനമാണ് താളം തെറ്റുന്നത്. ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കടത്തുന്ന മേഖല കൂടിയാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. പാതയോരത്ത് ടിൻഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കിയോസ്ക് സ്ഥാപിച്ച് അതിലേക്കാണ് ചെക്ക് പോസ്റ്റ് മാറ്റിയത്. വാഹനങ്ങളുടെ പരിശോധനയും പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ മാറ്റം. 2 മുറികളിലായുള്ള കിയോസ്കിൽ ഒരെണ്ണം CI ആണ് ഉപയോഗിക്കുന്നത്. ശേഷിക്കുന്ന ഒരു മുറിയിലാണ് ഡ്യൂട്ടിയിലുള്ള മറ്റ് ജീവനക്കാരിരിക്കുന്നതും ഫയലുകളും തൊണ്ടിമുതലുകളും സൂക്ഷിക്കുന്നതും. 4 ടേണിലായി 20ഓളം ജീവനക്കാരാണ് ഇവിടെയുള്ളത്. കിയോസ്കിൽ ഇരുന്നുള്ള പരിശോധന ദുരിതമായതോടെ മുന്നിലായി പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് മറച്ച് താൽക്കാലിക ഷെഡുണ്ടാക്കി അതിലേക്ക് മാറി. മേൽക്കൂരയും വശവും മറച്ചിരിക്കുന്ന ടാർപോളിൻ കീറി നശിച്ചതിനാൽ മഴ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലാണ്. കിയോസ്കിലാകട്ടെ ശുചിമുറിയടക്കമുണ്ടെങ്കിലും വെള്ളം ഇനിയും എത്തിയിട്ടില്ല. അടുത്ത വീടുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് പ്രാഥമിക കൃത്യങ്ങൾ ജീവനക്കാർ നിർവഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടികളില്ലായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപത്തായുള്ള സംരക്ഷണ ഭിത്തിയാണ് മഴയിൽ നിലംപതിച്ചത്. 800-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. പത്തനാപുരം പുന്നല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപത്തായുള്ള സംരക്ഷണ ഭിത്തിയാണ് ശക്തമായ മഴയിൽ നിലംപതിച്ചത്. LKG മുതൽ +2 വരെ 800-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണിത്. സ്കൂൾ മതിലിന് മുകളിലായി സംരക്ഷണമൊരുക്കാതെ കുട്ടികൾക്കായി പാർക്ക് നിർമ്മാണവും നടക്കുന്നുണ്ട്. അശാസ്ത്രീയമായി ബലമില്ലാത്ത മതിലിനുള്ളിൽ പച്ചമണ്ണ് നിരത്തിയ ശേഷമാണ് പാർക്ക് നിർമ്മാണം നടക്കുന്നത്. മതിലിന് സമീപത്ത് കളിക്കോപ്പുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ബാക്കി സ്ഥലം റോഡ് വശത്താണ്. ഏത് നിമിഷവും ഇത് നിലംപതിച്ച് അപകടമുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത്. ഇതിന് സമീപമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രവുമുള്ളത്. മതിൽ ഇടിഞ്ഞ സമയത്ത് വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്നാനഘട്ടങ്ങളിൽ ആയിരങ്ങൾ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. അഴീക്കലിൽ കടപ്പുറത്ത് ആയിരങ്ങളാണ് തർപ്പണത്തിനായി എത്തിയത്. അഴീക്കലിൽ ആയിരങ്ങളാണ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങിനായി എത്തിയത്. അഴീക്കൽ പൂക്കോട്ട് ദേവീക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറബിക്കടലോരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. പുലർച്ചെ 3:30 മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കടൽ ഭിത്തിയുള്ള പ്രദേശങ്ങളിലും ബലിതർപ്പണത്തിന് പ്രത്യേക സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിരുന്നത്. ഇതോടൊപ്പം കടലിലും സ്നാനം ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നു. കഴിഞ്ഞ രാത്രി മുതൽക്കു തന്നെ നിരവധി പേർ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയിരുന്നു. ഗതാഗത ക്രമീകരണത്തിന് പോലീസിന്റെ ഉൾപ്പെടെ സേവനങ്ങളും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഷാർജയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി. മരണകാരണം ശ്വാസം മുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണെന്നും ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു. വിഭജികയുടെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് കേരളപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഷാർജയിലെ ഫ്ളാറ്റിലാണ് വിഭജികയെയും കുഞ്ഞിനെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നിതീഷ് സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. കുഞ്ഞിന്റെ മൃതദേഹം വിദേശത്താണ് സംസ്കരിച്ചത്. ചൊവ്വാഴ്ച രാത്രി തിരുവനന്തപുരത്തെത്തിച്ച വിഭജികയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണം. ഇൻക്വസ്റ്റിൽ ശരീരത്തിൽ ചില പാടുകൾ കണ്ടിരുന്നു. ഇത് എംബാം ചെയ്തപ്പോൾ ശരീരത്തിൽ കുത്തിവയ്പ് നടത്തിയതാണെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ആത്മഹത്യാ പ്രേരണയ്ക്കും സ്ത്രീധന പീഡനത്തിനും കുണ്ടറ പോലീസ് നിതീഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നിതീഷിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഷാർജ പോലീസിന്റെ അന്വേഷണത്തെക്കാൾ കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിലാണ് കുടുംബത്തിന് കൂടുതൽ വിശ്വാസമെന്ന് സഹോദരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
തഴവ തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ നൂറുകണക്കിന് പേർ ബലിതർപ്പണത്തിനെത്തി. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നിവേദ്യാനന്തരം വസ്ത്രപ്രക്ഷാളനം നമ, പാദപ്രക്ഷാളനം നമ, പുനരാജമനീയം നമ, കർപ്പൂര നീരാഞ്ജന ദീപദർശനം നമ, അത്ര ഗന്ധ തത്ര പുഷ്പ ധൂപ ദീപ നിവേദ്യ ദക്ഷിണ പ്രദക്ഷിണ സർവോപചാര ഷോഡശ പൂജാം സമർപ്പയാമി. പുഷ്പം മൊത്തം പിണ്ടത്തിന്റെ മീതിട്ട് നിങ്ങൾ തൊട്ട് നമസ്കരിക്കുക. തഴവ തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് ആയിരങ്ങളാണ് സ്നാനഘട്ടത്തിലെത്തിയത്. പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത്. പിതൃപൂജ, തിലഹവനം എന്നിവ നടത്താനുള്ള ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കർക്കിടകവാവ് ചടങ്ങുകൾക്ക് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ശുഭനക്ഷത്ര, ശുഭകരണ, ശുഭയോഗ ഏവം സകല ഗുണവിശേഷേണ വിശിഷ്ടായാം പുണ്യതിഥിയോ ദക്ഷിണപ്രദേശേ ശ്രീ പരശുരാമസ്വാമി നിർമ്മിതായ കേരളഭൂമോ പാവുമ്പ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധവും അസ്മാക സകുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ഉഭയവംശ വിതുറിൻ ഉദ്ദിശ്യ ദിനതർപ്പണം പിണ്ടപ്രധാന പൂജാം ച ആചാര്യമുഖേന ആദ്യകരിഷ്യേ നമഃ. വലത്തോട്ട് ഈ പുല്ല് വലത്തോട്ട് 3 ആവർത്തിയായിട്ട് മുഖം ഒഴിഞ്ഞ് ഇലയുടെ നടുക്കായിട്ട് വെച്ച് തൊട്ട് പിടിച്ചോളുക. ആചാരത്തോടെ 2 കൈയും ചേർത്ത് ന്യൂസ് ബ്യൂറോ, തഴവ. തെന്മല ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ സഞ്ചാരികളുടെ തിരക്കേറി. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. ഒരാഴ്ചയായി വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ആര്യങ്കാവ് പാലരുവി ജലപാതത്തിൽ ഒരാഴ്ചയായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3350 സഞ്ചാരികളാണ് ആകെ എത്തിയത്. ശനിയാഴ്ച 2.40 ലക്ഷം രൂപയായിരുന്നു വരുമാനം. തമിഴ്നാട്ടുകാരായ വിനോദസഞ്ചാരികളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത്. ടിക്കറ്റ് കൗണ്ടറിന് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ നിറഞ്ഞതോടെ പ്രവേശന കവാടത്തിന്റെ വശങ്ങളിൽ വരെ വാഹനങ്ങളുടെ വരി നീണ്ടു. പാലരുവി അധികൃതരുടെ വാഹനത്തിലും വാടകയ്ക്കെടുത്ത ഒരു KSRTC ബസ്സിലുമാണ് സഞ്ചാരികളെ ജലപാതത്തിലെത്തിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾക്ക് ജലപാതത്തിൽ പോയി വരാൻ അനുവാദമില്ല. കിഴക്കൻ മേഖലയിൽ മഴ തുടരുന്നതിനാൽ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഭാഗത്താണ് സഞ്ചാരികളെ കുളിക്കാൻ അനുവദിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ കുളിസ്ഥലങ്ങൾ ഉണ്ടെങ്കിലും പ്രദേശം നിറഞ്ഞു കവിഞ്ഞിരുന്നു. ജൂലൈയിൽ ഇതുവരെ 31.35 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു. ജൂൺ ആദ്യവാരമാണ് വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി തുറന്നത്. ജൂണിൽ 27.70 ലക്ഷം രൂപയായിരുന്നു വരുമാനം. ഇതേസമയം നീരൊഴുക്ക് ശക്തമായതിനാൽ കഴിഞ്ഞ ദിവസം കുറ്റാലം, ഐന്തരുവി ഉൾപ്പെടെയുള്ള തെങ്കാശിയിലെ വെള്ളച്ചാട്ടങ്ങളിൽ സഞ്ചാരികൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തി. ഒഴുക്ക് കുറഞ്ഞാൽ ഞായറാഴ്ച മുതൽ സഞ്ചാരികളെ പ്രവേശിപ്പിക്കും. അച്ചൻകോവിൽ, കുമ്പാവുരുട്ടിയിലും ശനിയാഴ്ച സഞ്ചാരികൾക്ക് നിരോധനമുണ്ടായിരുന്നു. അതേസമയം മണലാറിൽ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെയാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ടാണ്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഭ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ഇത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു വരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ ഫലമാണ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ശക്തമായ മഴ. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്തേക്ക് ന്യൂനമർദ്ദം നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിൽ തിങ്കളാഴ്ച വരെ മഴയും കാറ്റും ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. 26-ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്.
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 27-ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തിങ്കളാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ കൂടുതൽ ആകാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോൺഗ്രസ് നേതാവായിരുന്ന CV പത്മരാജൻ അനുസ്മരണം അഞ്ചലിൽ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന CV പത്മരാജൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി MM നസീർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിൽ ഇന്ന് ബഹുമാന്യനായ ആദരണീയനായ നമ്മളിൽ നിന്ന് വിടവാങ്ങിയ പത്മരാജ സാറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ ഈ യോഗം സംഘടനാപരമായിട്ടുള്ളൊരു അനുസ്മരണമാണ്. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലും അദ്ദേഹം വഹിച്ച പങ്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ ഒരു ആസ്ഥാനം സ്വന്തമാക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. വൈദ്യുതി മന്ത്രിയായിരിക്കെ കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളെ വൈദ്യുതീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു ഏറ്റവും മിടുക്കനായ വൈദ്യുതി മന്ത്രിയായി. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിരുന്നു. K. കരുണാകരൻ എന്ന ഏറ്റവും ശക്തനായ ദേശീയ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും തീരുമാനിച്ച K. കരുണാകരന്റെ വിശ്വസ്തനായ ഒരു അനുയായി കൂടിയായിരുന്നു അദ്ദേഹം. അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി സൈമൺ അലക്സ്, ഏരൂർ സുഭാഷ്, PV വേണുഗോപാൽ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സമഗ്ര ശുദ്ധജല പദ്ധതിക്കായി പുതുതായി 260 കോടിയുടെ പദ്ധതിക്കായി ടോക്കൺ തുക നീക്കിവെച്ചതിൽ പ്രതീക്ഷയോടെ പുനലൂർ. 4.5 പതിറ്റാണ്ട് പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയാണ് നിലവിൽ പുനലൂർ ആശ്രയിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. ജില്ലയിലെ ശുദ്ധജല പദ്ധതിക്ക് ആവശ്യമായ ശുദ്ധജലം നൽകുന്ന കല്ലടയാർ കടന്നുപോകുന്നത് പുനലൂരിലൂടെയാണ്. ഓരോ ബജറ്റിലും തുക അനുവദിച്ചാലും തുടർ നടപടികൾ ഉറപ്പാക്കാൻ ജനപ്രതിനിധികളും നഗരസഭയും ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഭൂമിശാസ്ത്രപരമായ അനുകൂല ഘടകങ്ങളുള്ള പ്രദേശമാണ് പുനലൂർ. വർഷങ്ങളുടെ പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയുടെ ടാങ്കും ശുദ്ധീകരണശാലയും സ്ഥിതി ചെയ്യുന്നത് പുനലൂർ പട്ടണത്തിലാണ്. 5 വർഷം പുനലൂർ മന്ത്രിമണ്ഡലമായിരുന്നു. 3 പതിറ്റാണ്ടായി LDF MLA-മാർ ഉണ്ടായിരുന്നു. നഗരസഭാ ഭരണം കാലങ്ങളായി LDF-ന്റെ കൈകളിലാണ്. എന്നിട്ടും ശുദ്ധജല പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ അലംഭാവം തുടർന്നതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ശുദ്ധജല പദ്ധതി നടപ്പാക്കിയാൽ 35 വാർഡുകളിലും 365 ദിവസവും ശുദ്ധജലം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ. വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രധാന സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനാപുരം പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കവാടത്തിന് സമീപത്തായുള്ള സംരക്ഷണ ഭിത്തിയാണ് മഴയിൽ നിലംപതിച്ചത്. കേരളപുരം സ്വദേശിനി വിപഞ്ചികയുടെ മരണം. മരണകാരണം ശ്വാസമുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ശരീരത്തിലുണ്ടായിരുന്ന പാടുകൾ എംബാം ചെയ്തപ്പോഴുണ്ടായതാണെന്ന് ഫോറൻസിക് ഡോക്ടർമാർ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.